ആലുവയിലെ അക്വഡേറ്റിന് പ്രേമം പാലം എന്ന പേര് വീണത് 2015 പ്രേമം സിനിമ റിലീസായതോടെയാണ്. ഈ പാലത്തിന് മറ്റൊരു കഥ കൂടിയുണ്ട്. സിനിമയിലെ കഥയ്ക്കപ്പുറം ആലുവക്കാർക്ക് ഇതൊരു തലവേദനയായി മാറിയ കഥ. കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ വന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാനുണ്ടായത്. അങ്ങനെ ഇരിക്കുകയാലേ ഞങ്ങൾ ഒരുപാട് പരാതികൾ സ്റ്റേഷനിലും അവിടെ ഇവിടെ എല്ലാം കൊടുത്തിട്ടും യാതൊരു നടപടിയും അവിടെ നിന്നുണ്ടായില്ല. അതായത് ഈ സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പാലത്തിൻ്റെ മുകളിലാണ്. നമ്മൾ എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ച് പ്രതികരിക്കുന്ന ആളുകളെ വീട്ടിൽ വന്നാണ് ആക്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നവകേരള സദസ്സ് കൊച്ചിയിലെത്തി. അക്വഡേറ്റിലെ പ്രശ്നം നാട്ടുകാർ പരാതിയായി നൽകി. ആലുവ മുനിസിപ്പാലിറ്റിയുടെ പരാതിയും സദസ്സിൽ. നടപടി വൈകിയില്ല. അക്വഡേറ്റ് എന്നേക്കുമായി അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവ്. നവകേരള സദസ്സിൽ നിന്ന് ഉള്ള ആ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം നവകേരള സദസ്സിൽ കൊടുത്തതിൻ്റെ പിന്നിലാണ് അങ്ങനെയാണ് ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു ഇതിലേക്ക് വന്നത്. പെരിയാർ വാലി ജലസേചന പദ്ധതിക്ക് വേണ്ടി ജലസേചന വകുപ്പ് നിർമ്മിച്ചതാണ് അക്വഡേറ്റ്. പ്രവേശന കവാടങ്ങൾ രണ്ടും ഇരുമ്പ് ഗേറ്റ് ഘടിപ്പിച്ച് അടച്ചുപൂട്ടുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത, കുട്ടികൾക്ക് വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചേക്കുന്നത്. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും ഗേറ്റ് സ്ഥാപിക്കാനുമായി 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ രണ്ടറ്റത്തും ഗേറ്റ് വെച്ചത് കൊണ്ട് മാത്രം ആലുവക്കാരുടെ പ്രശ്നം അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. ആലുവ പാലത്തിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം അശ്വിൻ പാലാഴി, 24.